പ്രായമായാൽ വിശ്രമമെന്ന് കരുതുന്നവർ അകത്തളങ്ങളിൽ ഒതുങ്ങുമ്പോൾ കായിക ലോകത്ത് തന്റേതായ സ്ഥാനം ഉറപ്പിച്ച് മുന്നേറുകയാണ് തൃശൂർ സ്വദേശിനിയായ CDLC. റിട്ടയർഡ് പോലീസ് ഇൻസ്പെക്ടറായ എൽസിക്ക് പ്രായം 75 പിന്നിടുമ്പോഴും മാസ്റ്റേഴ്സ് മീറ്റിലെ കായിക ഇനങ്ങളിൽ സ്വർണവും വെള്ളിയും അടക്കം നിരവധി നേട്ടങ്ങളാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ചെറുപ്പം മുതൽ കായിക രംഗത്ത് തൽപരയായിരുന്ന CDLC പഠനശേഷം 1970-ൽ പോലീസിൽ കോൺസ്റ്റബിളായി സർവീസിൽ പ്രവേശിച്ചു. ജോലിക്കിടെ കേരള പോലീസിനായി നിരവധി കായിക നേട്ടങ്ങൾ സ്വന്തമാക്കിയ എൽസി പിന്നീട് 2000-ൽ ഇൻസ്പെക്ടർ റാങ്കിലാണ് വിരമിച്ചത്. സർവീസിൽ നിന്നും വിരമിച്ച ശേഷം എൽസി തന്റെ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിച്ചത് മുഴുവൻ ട്രാക്കിൽ തന്നെയായിരുന്നു. ഇന്ത്യക്ക് പുറമെ തായ്ലൻഡ്, മലേഷ്യ, ജപ്പാൻ, സിംഗപ്പൂർ, ബ്രസീൽ തുടങ്ങി വിവിധ ലോകരാജ്യങ്ങളിൽ നടന്ന മാസ്റ്റേഴ്സ് മീറ്റുകളിൽ എൽസി മെഡലുകൾ നേടി. ഞാൻ റിട്ടയർഡ് സർക്കിൾ ഇൻസ്പെക്ടറാണ്. പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഞാൻ പറഞ്ഞില്ല സ്പോർട്സ് ആണെന്ന്. ഇപ്പോൾ പോലീസിൽ ചേർന്നിട്ട് ഞാനും സ്പോർട്സിന് പങ്കെടുത്തിരുന്നു. 16-18 ഗുഡ് സർവീസ് എൻട്രി കിട്ടിയിട്ടുണ്ട്. എൻ്റെ സർവീസ് ബുക്കിൽ അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. 2008 തൊട്ട് എനിക്ക് ഈ ഇൻ്റർനാഷണൽ മീറ്റ് പങ്കെടുക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് സാഹചര്യം ഉണ്ടായിരുന്നില്ലല്ലോ. പൈസയും തരാനില്ല, പിന്നെ ഇവിടെ നിന്ന് വിടാറുമില്ല, പോലീസിൽ നിന്നും വിടാറില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം 2008 ഞാൻ പെൻഷനായതിന് ശേഷം ഞാൻ തായ്ലൻഡിൽ പോയി. ഏഷ്യൻ മീറ്റ് മാസ്റ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് ഏഷ്യൻ മീറ്റിൽ പങ്കെടുത്തു. തായ്ലൻഡിൽ പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി ആദ്യം മെഡൽ മേടിച്ച, ആണുങ്ങളിലും സ്ത്രീകളിലും പുരുഷന്മാരിലും വെച്ച് ആദ്യമായിട്ട് മെഡൽ മേടിച്ച ഞാനായിരുന്നു. 100 മീറ്റർ, 200 മീറ്റർ. ഇപ്പോൾ 10 ഏഷ്യൻ മീറ്റ് പങ്കെടുത്തു. തായ്ലൻഡ്, ചൈന, ജപ്പാൻ, ഫ്രാൻസ് വേൾഡ് മീറ്റാണ്. സിംഗപ്പൂർ, മലേഷ്യ, തായ്പേ, ഈ മലേഷ്യയിൽ തന്നെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ദിവസവും രാവിലെ 6 മണി മുതൽ മുടങ്ങാതെയുള്ള പരിശീലനമാണ് 75-ാം വയസ്സിലും എൽസിയുടെ ആരോഗ്യ രഹസ്യം. തളരാത്ത മനസ്സും ശാരീരിക ക്ഷമതയും ഉണ്ടെങ്കിലും വിദേശങ്ങളിലടക്കം നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാരിച്ച ചിലവാണ് എൽസിയെ വലയ്ക്കുന്നത്. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു സഹായവും ലഭിക്കുന്നില്ലെന്നും എൽസി പറയുന്നു. ഒരു സഹായം ഇന്ന് വരെ അപേക്ഷിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. പ്രായം തളർത്താത്ത മനസ്സും ശരീരവുമായി ട്രാക്കിലിറങ്ങുന്ന എൽസിക്ക് ഗാലറിയിലെ കരഘോഷങ്ങളാണ് എന്നും ഊർജമാകുന്നത്. സമൂഹം കൽപ്പിച്ചു നൽകിയതും സ്വയം തീർത്തതുമായ വിവിധ അതിരുകളിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകൾക്കും ഈ സമൂഹത്തിനൊട്ടാകെയും മാതൃകയാവുകയാണ് എൽസിയുടെ ജീവിതം. ഏവർക്കും സാധ്യമായ പ്രായത്തിന്റെ അതിരുകളില്ലാത്ത അവസരമാണ് എൽസിയിലൂടെ ഈ വനിതാ ദിനത്തിൽ കാണേണ്ടതും. അമൃത ന്യൂസ്, തൃശൂർ.